അപ്പോൾ നമുക്ക് ക്യാമറയ്ക്കൊക്കെ എത്ര വാറണ്ടി എത്ര ആണ്? ഇത് ക്യൂഷന്റെ ക്യാമറയാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മള് വീഡിയോ ഡീറ്റെയിൽ പറഞ്ഞുതരാം. വ്യൂ എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മളിപ്പോ അതിന് കേസിംഗ് ക്യാപ്പ്, ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കേസിംഗ് ക്യാപ്പ് നമ്മൾ വെക്കുന്നുണ്ട്. ഓപ്പൺ ഏരിയ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമറ ചൂസ് ചെയ്ത് വെക്കുന്നത്. ഇതിനകത്ത് വെള്ളമൊന്നും കയറത്തില്ല. അത് വെള്ളമൊന്നും കയറത്തില്ല. ഇത് പൗഡർ കോട്ടിംഗ് ആണ്. പുറത്ത് പൗഡർ കോട്ടിംഗ്. പിന്നെ അതിനകത്തിലായിരിക്കും നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത്. ഇത് എത്ര മെഗാ പിക്സലുണ്ടോ ക്യാമറ? 2MP കളർ ക്യാമറയാണ്. 2MP വ്യൂ എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ ഫ്രണ്ട് നൈറ്റ് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആവുന്ന ഒരു മോഡലാണ്. ആവശ്യമില്ല എങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. എങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും അല്ലേ? കളർ കിട്ടും. ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ല, കളർ തന്നെ വരും. വെളിച്ചമുണ്ടെങ്കിൽ ഒന്നുകൂടെ ഏരിയ നല്ല ക്ലിയർ ആയിരിക്കും. പിന്നെ പ്ലസ് മൈക്കും ഉണ്ട്. മൈക്കും ഉള്ള ക്യാമറയാണ്. ഇപ്പം ഇത് പിന്നെ ക്യാമറ നല്ല ക്യാമറയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇത് പുറത്ത് വെക്കാനായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്ത് വെക്കുന്നത്. എല്ലാം ഇത് തന്നെയല്ലേ? ഈ സെയിം മോഡലാണ് ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന പോട്ടാണ്. സെറ്റിംഗ് ഉണ്ട്. ഗ്ലാസ് ഉണ്ട്. ഗ്ലാസ് ഇല്ല, ഇതിന് 2 ഗ്ലാസ് ഇടുമ്പം റിഫ്ലക്ഷൻ ഉണ്ടാവും. ഫ്രണ്ട് ഗ്ലാസ് അങ്ങ് മാറ്റില്ല. ഗ്ലാസ് അപ്പൊ കുറച്ച് കഴിയുമ്പോ ഒരു പോലെ കിടക്കും. അതുകൊണ്ട് ഒരു ഗ്ലാസ് ഇടുന്നതാണ് നല്ലത്. പിന്നെ കംപ്ലൈന്റ് അല്ല, ക്ലാരിറ്റിക്ക് വ്യത്യാസം. ഇത് ഇവിടുത്തെ നമ്മുടെ സോളാറിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്തെല്ലാം ഒന്ന് പറഞ്ഞു തരണം. കവറ് ദ്രവിക്കുന്നൊന്നുമല്ലല്ലോ അല്ലേ? കവറ് ദ്രവിക്കത്തൊന്നുമില്ലല്ലോ. എല്ലാം പൊട്ടിക്കും. എന്താ പണിയാ? ഇന്നിവിടാണ് നിൽക്കും. ക്യാമറ പൊട്ടിക്കുക. നീയൊക്കെ നമ്മള് ചൈച്ചന്റെ പേര് കണ്ട വേറെ ആളുകളെ നമ്മൾ സമീപിക്കുക ഇത് ചെയ്യേണ്ടി വന്നു. ആശാനെന്തി? ആശാന നമ്മളെ ചയച്ചത്. അതില്ല, അതൊന്നും അവനറിയത്തില്ല. ഓക്കെ, വലിയ തുണ തന്നെ വെക്കുമ്പോ നിങ്ങൾ പറഞ്ഞു തരിക. ഇച്ചിരി കൂടെ ഇത് കിട്ടും ഇവിടോട്ട് വെക്കുമ്പോ അല്ലേ? നോക്കവിടെ തെങ്ങ് ഒരു മെയിൻ കിടവാ. അതുപോലെ വീഴാൻ സാധ്യത പോവുക. എന്തോ അതിന്റെ ഒരു ചെറിയ ക്യാമറ അതാ ആശാന പരിപാടി ഇല്ലേ? വച്ചത് കോണ്ടാക്ട് വർക്കാണോ? അതാ ഇടയ്ക്കില്ല വല്ലരും വേണം കണ്ട് ഇവനെ കൂടെ വിളിക്കണേ. ഇവൻ കുഴപ്പമില്ല കേട്ടോ, ആശാനെ പോലല്ല. ആശാനെ ഉള്ളു ഒരു ഇതില്ലാത്തത്. ഇവൻ കുഴപ്പമില്ല, നമ്മുടെ പയ്യനാ. വല്ലപ്പോഴും ഇവൻ എന്റെ ക്യാമറ വാങ്ങ കേട്ടോ. വല്ലപ്പോഴും ഇവനോടെ കാണിക്കണ്ടേ അല്ലേ? ഈ പോർച്ചിനാവും കിട്ടുമല്ലോ അല്ലേ? കിട്ടത്തില്ലേ? കിട്ടും. പോർച്ചൊക്കെ white.
നമുക്കിപ്പോൾ ക്യാമറ ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഷോർട്ട് വ്യൂ വേണമെങ്കിൽ നമുക്ക് താഴേക്ക് കുനിക്കാൻ പറ്റും, ലോങ് വ്യൂ വേണമെങ്കിൽ ഇത് ഉയർത്താൻ പറ്റും. പിന്നെ ജസ്റ്റ് ലെവല് ചെറിയ ചേഞ്ചസ് വരുത്താം. 2 ഓപ്ഷൻ ഉള്ളു ഇപ്പൊ. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ക്യാമറ അകത്ത് കയറ്റി. ഇത് സൈഡിലോട്ടാക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റത്തില്ല. ചെമ്മ വെക്കുന്നേ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയാണ്. അത് വെള്ളം കയറാതിരിക്കും. വെള്ളം കയറാതിരിക്കും. ഒരു എത്ര 1 TBയുടെ 2 ഇയർ വാറന്റി ഉള്ള ഹാർഡ് ഡിസ്ക് ആണ്. നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാൻ ഹാർഡ് ഡിസ്ക് നമ്മുടെ DVRന്റെ കവർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. വിഷന്റെ DVR ആണ്. ഇത് ഓപ്പൺ ചെയ്തു. DVR എടുത്തിട്ട് നമ്മൾ DVRന്റെ ഉള്ളിനകത്താണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഉള്ളിലാണ് DVR നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ അതിനെ കേബിളും ഒക്കെ ഒരു തരുന്നുണ്ട്. എല്ലാം DVR മൗസും ഉണ്ടല്ലേ? മൗസ് ഉണ്ട്. അതിന്റെ മൗസാണ്. പിന്നെ ഞാൻ DVR ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാൻ വിചാരിച്ചെന്താ ഇത് പുറത്തെ കണ്ട് കേബിൾ കൊടുത്ത് വെച്ചേക്കുവാന്ന് ഈ ഹാർഡ് ഡിസ്ക്. ഇത് നമുക്ക് പല 2 TB വരുന്നുണ്ട്, 4 TB വരുന്നുണ്ട്, 8 TB വരുന്നുണ്ട്. പല റേഞ്ചിലാണ് വരുന്നത്, പല റേറ്റാണ്.
നമ്മുടെ ക്യാമറ വർക്കെല്ലാം കഴിഞ്ഞ് കണ്ട് എല്ലാ ക്യാമറ വെച്ചിട്ടുണ്ട്. കാണുന്ന എല്ലാം ക്യാമറ കണ്ട ഈ മൂലയ്ക്ക് വെച്ചത്. അന്നേരം ഓക്കെ ബൈ. വർക്കെല്ലാം കഴിഞ്ഞല്ലോ? വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. 7 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. താമസിച്ചു, ഇത് ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റ് ആയി പോയി. ഉച്ചയ്ക്കകത്ത് കംപ്ലീറ്റ് ആയി പോകുന്നതായിരുന്നു. ഡിലേ ആയി പോയി. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വരാനോ സമയം എടുത്തല്ലേ? അതിൽ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഇന്നലെ 2 പേരുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരാളുണ്ടായിരുന്നു, ഉച്ചവരെ ഒരാളുണ്ടായിരുന്നു. പിന്നെ അടുത്ത സൈറ്റിൽ പോയത് അതാ പ്രശ്നമായി. ഏതായാലും കഴിഞ്ഞല്ലോ. ഓക്കെ, ഓക്കെ ബൈ.